AD 225 ജനിച്ച വിശുദ്ധ ലോറൻസ് 257 സിക്സ്റ്റസ് ദ്വിതീയൻ പാപ്പയുടെ ഡീക്കനായി നിയമിക്കപ്പെടുകയും സഭയുടെ സ്വത്ത് ഭരമേൽപ്പിക്കപ്പെട്ടിരുന്നതിനാൽ ആർച്ച് ഡീക്കൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു. AD 258 വലേരിയൻ ചക്രവർത്തിയുടെ വിളംബരപ്രകാരം മാർപ്പാപ്പ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. പാപ്പയെ കൊലക്കളത്തിലേക്ക് നയിക്കവേ വികാരാധീനനായി ലോറൻസ് ഇപ്രകാരം പാപ്പയോട് ചോദിച്ചു: പിതാവേ, അങ്ങയുടെ മകനെ കൂടാതെ അങ്ങ് എവിടേക്കാണ് പോകുന്നത്? എന്തിലാണ് ഞാൻ അങ്ങേ അതൃപ്തിപ്പെടുത്തിയത്? പാപ്പ പ്രത്യുത്തരിച്ചു: മകനെ, ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നില്ല. 3 ദിവസത്തിനകം നീ എന്നെ അനുഗമിക്കും. നിന്റെ കൈവശമുള്ള സഭയുടെ സ്വത്തെല്ലാം ദരിദ്രർക്ക് ഭാഗിച്ചു കൊടുക്കുക. തന്റെ രക്തസാക്ഷിത്വം സമീപിച്ചിരിക്കുന്നു എന്ന വാർത്തയിൽ എത്രയും സന്തുഷ്ടനായ ലോറൻസ് തന്നെ ഏൽപ്പിച്ചിരുന്ന സമ്പത്തെല്ലാം ദരിദ്രർക്കും വിധവകൾക്കുമായി ഭാഗിച്ചു കൊടുത്തു. സഭാസമ്പത്തിന്റെ മേൽനോട്ടക്കാരൻ എന്ന നിലയിൽ അവയെല്ലാം ഹാജരാക്കാനുള്ള റോമൻ പ്രീഫെക്റ്റിന്റെ ഉത്തരവിന് മറുപടിയായി താൻ സഹായിച്ച ദരിദ്രരെ അണിനിരത്തിയ ശേഷം ഇവരാണ് സഭയുടെ സമ്പത്തെന്നും അമൂല്യ രത്നങ്ങളെന്നും ലോറൻസ് പറഞ്ഞു. ഇതിൽ രോഷം പൂണ്ട പ്രീഫെക്റ്റ് ലോറൻസിനെ നഗ്നനാക്കി ഒരു ഇരുമ്പ് പലകയിൽ കിടത്തിയ ശേഷം പലകയ്ക്ക് കീഴിൽ തീയിട്ടു. അതിയായ ആനന്ദത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ശരീരം കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കെ അദ്ദേഹം പറഞ്ഞു: എന്റെ ഒരു വശം നന്നായി വെന്തിരിക്കുന്നു, ഇനി എന്നെ മറിച്ചിടുക. ദൈവസ്നേഹത്താൽ എരിയുന്ന ഹൃദയാഗ്നിയുടെ ചൂളയിൽ ശരീരത്തെ ദഹിപ്പിക്കുന്ന അഗ്നിയിൽ തെല്ലും പതറാതിരുന്ന കർത്താവിൻ്റെ ആ ധീരയോദ്ധാവിൻ്റെ 32-ാം വയസ്സിലെ മരണം റോമിൽ അനേകരുടെ മാനസാന്തരത്തിന് ഇടയാക്കിയ ചരിത്ര സംഭവമായിരുന്നു.